It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അതും ഓവൻ ഇല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കുക്കീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ടെക്സ്ചർ എത്തുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബട്ടർ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ബട്ടറായിട്ട് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇതിനകത്തോട്ട് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടത്തിൽ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അരിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഭയങ്കരമായിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു സ്പൂണോ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഒരു കുക്കീസിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമ്മുടെ കുക്കീസിന് ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലോട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റിലോട്ട് 2 ബട്ടർ പേപ്പർ ഞാനിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്ന കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. 2 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല കേട്ടോ. അതിനാണ് ഞാൻ 2 എണ്ണം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മാവ് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് കുക്കീസിന്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് എല്ലാം വെച്ച് കൊടുക്കാം. അവസാനം ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് എല്ലാത്തിൻ്റെ മേലും ഡിസൈൻ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കീസ് ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിങ്ങോ ചെറിയ കറിപ്പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലിലൂടെ നമ്മൾ കുക്കീസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടാണ് നമ്മുടെ കുക്കീസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വീർത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ട് നമ്മൾ വെച്ചതിനേക്കാൾ നന്നായിട്ട് വീർത്തിട്ട് എല്ലാം അടുത്തടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കീസ് ഇരിക്കുന്ന ഈ പ്ലേറ്റ് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കുക്കീസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ കുക്കീസ് ഒരു റൂം ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് നല്ല കട്ടിയിൽ വരുള്ളൂ. ഇപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം ചൂടാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2ാമത്തെ സെറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ നിന്ന് 2 എണ്ണം ഇവിടുത്തെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 എണ്ണം കാണാത്തത്. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് നല്ല ബട്ടറിൻ്റെ ടേസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.